ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായി നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പാപക്ഷമയിൽ ആഹ്ലാദം ലഭിക്കുന്നത് എങ്ങനെ. പാപക്ഷമയിൽ ആഹ്ലാദം ലഭിക്കുന്നത് എങ്ങനെ? നാം ഓരോരുത്തരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മഹാപാപികളാണ് എന്ന്. അതിനുവേണ്ടി നാം ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. നാം വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുന്നുണ്ട്. ഭക്തിഗാനങ്ങൾ ആലപിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ആലപിച്ച് നാം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നുണ്ടോ എന്ന് നാം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് യഥാർത്ഥ പാപമോചനം ലഭിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നത് ആഹ്ലാദമാണ്. പാപം ക്ഷമിച്ചു എന്നറിഞ്ഞാൽ നമുക്ക് ആഹ്ലാദമുണ്ടാകും. അത് അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായി നാം ചെയ്യേണ്ടത്, നാം ഇന്നവരെ ചെയ്തുകൊണ്ടിരുന്നതായ പാപം ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നാം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇന്ന് ഒരു വചനം നമുക്ക് നോക്കാം. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പൊതുവിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് നമ്മുടെ പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അതായത് നാം ചെയ്തതായ പാപങ്ങളെ നമ്മൾ അതിനു വേണ്ടിയിട്ട് പാപമോചനം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം നാം അതിനെ ആവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് പിന്നീട് അത് മോചിക്കപ്പെട്ട് കിട്ടുകയില്ല. ആയതിനാൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതായ പാപങ്ങൾ ഒരിക്കൽ അതിനു വേണ്ടിയിട്ട് നാം കുമ്പസാരിക്കുകയും ദൈവത്തോട് യാചിക്കുകയും ചെയ്ത് നമ്മൾ പാപമോചിതരായി കഴിയുമ്പോൾ നമുക്കതിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്, നമ്മൾ ആ പാപങ്ങളെ റിപ്പീറ്റ് ചെയ്യാതെ ആവർത്തിക്കാതെ നാം മുമ്പോട്ട് നീങ്ങുന്നു എങ്കിൽ മാത്രമാണ്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അതായത് നമ്മൾ സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മൾ കൂടെ പാപം ചെയ്യുന്നുവെങ്കിലും അവൻ അത്രയും വിശ്വസ്തനും നീതിമാനും ആയതുകൊണ്ട് നമ്മോട് ക്ഷമിക്കുവാൻ അവൻ തയ്യാറാണ്. എന്നാൽ നാം ചെയ്യേണ്ടതായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, ആവർത്തിക്കാതിരിക്കുക. നാം ഒരിക്കൽ ഉപേക്ഷിക്കപ്പെടുന്ന പാപം പിന്നീട് ഞാനത് ചെയ്യുകയില്ല എന്ന് ദൈവത്തിനു മുമ്പാകെ സത്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. അങ്ങനെ സത്യം ചെയ്ത് ആ പാപം വീണ്ടും നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് പാപക്ഷമയിൽ ആഹ്ലാദം ലഭിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകും. സർവശക്തനായ ദൈവം, ദയാലുവായ ദൈവം, വിശ്വസ്തനായ ദൈവം നമുക്ക് നമ്മുടെ പാപങ്ങളെ അവൻ മോചിച്ചു തരും. നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു തരും. അതിൽ നമുക്ക് ആഹ്ലാദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാപങ്ങളെ ആവർത്തിക്കാതിരിക്കുവാനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതിനായിട്ട് നാം ചെയ്യേണ്ടത്, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും സൽപ്രവൃത്തികൾ ചെയ്യുന്നവരും എല്ലാറ്റിനും സ്വത്രം ചെയ്യുന്നവരും, അതോടൊപ്പം നാം ശുദ്ധ മനസ്സ് ഉള്ളവരും ആയിരുന്നാൽ നമുക്ക് ആ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ചെയ്തു പോകുന്നതായ പാപങ്ങൾ നമുക്ക് ക്ഷമിക്കപ്പെടും. അപ്പോൾ നമുക്ക്
അതിൽ ആഹ്ലാദമുണ്ടാകും. ആ ആഹ്ലാദത്തോടു കൂടി നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നമുക്ക് സേവിക്കുവാൻ സാധിക്കും, നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.